ഓൾ ആനിമെ ഫ്രണ്ട്സ് അല്ല, എനിക്ക് ആനിമെ കാണുന്നവരുടെ ഫ്രണ്ട്സിനോടാണ് പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആനിമെ ഫാൻസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ അതിലും വലിയൊരു കാര്യം, കാർട്ടൂണല്ലേ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ വിഷമം വരെ നമ്മൾ സഹിച്ചെന്നില്ല. പക്ഷെ നമ്മൾ സത്യം ആരാങ്ങനെ ചോദിക്കണേ അവരെ കൊണ്ടുവാ. കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും, അത് ഇമോഷൻസ് ആയിക്കോട്ടെ, പെയിൻ ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, വാർ ആയിക്കോട്ടെ, ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, ആക്ഷൻസ് ആയിക്കോട്ടെ, സോങ് ആയിക്കോട്ടെ, ബാക്ക് സ്റ്റോറീസ് ആയിക്കോട്ടെ, അത്രമാത്രം ത്രില്ലിംഗ് ആയിട്ടുള്ള പീക്ക് ഇമോഷണൽ ഡെപ്ത് ഉള്ള സീൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മറ്റൊരാളോട് പറയാൻ പറ്റാണ്ട് മനസ്സിൽ വെച്ച് നടക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. കൂടെയുള്ള കൂട്ടുകാരനെ കുറിച്ച് അറിഞ്ഞുകൂടാ, കൂടെ നടക്കുന്നവന്മാർക്ക് ഒന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, കൂടെ പണിയെടുക്കുന്നവന്മാർക്കാണെങ്കിൽ പറയേ വേണ്ട, അച്ഛൻ അറിഞ്ഞൂടാ, അമ്മക്ക് അറിഞ്ഞൂടാ, സിബ്ലിങ്സിനാണെങ്കിൽ ഒട്ടും അറിഞ്ഞൂടാ. ഇതെന്ത് തേങ്ങ ഇവൻ പറയുന്നതെന്നുള്ള മട്ടിൽ ഇവര് നോക്കിയത്. അച്ഛനോടെല്ലാം പോയിട്ട് അച്ഛാ സോറോന്റെ നെത്തിങ് ഹാപ്പന്റെ കണ്ടിന്യൂ എന്ന് ചോദിക്കാൻ പറ്റുമോ? നമ്മളൊരു ഫുട്ബോൾ മാച്ച് കണ്ടാലോ ക്രിക്കറ്റ് മാച്ച് കണ്ടാലോ അല്ലെ എന്ത് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യം കണ്ടാലോ നമ്മൾ 4 ആളോട് അത് ഷെയർ ചെയ്യും. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്ത ഇത്രയും എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സീരീസ് കണ്ടിട്ട് ആരോടും അത് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന്റെ ത്രില്ല് പറയാൻ പറ്റാണ്ട് നിൽക്കുമ്പോഴുള്ള ഒരു അവസ്ഥയില്ലേ ഓൾ ആനിമെ ഫാൻസ്, നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാവും. ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എപ്പെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പലവട്ടം പറയണമെന്ന് വിചാരിച്ചാണ് ഈ കാര്യം ലൈവില്. ഈ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഫ്രണ്ടിനോടാണ് ആനിമെ കാണണമെന്ന് പറഞ്ഞ് അവരെ തുടങ്ങിപ്പിച്ചത് എന്ന് ഈ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. അതാരായിരുന്നു? അങ്ങനെ